ബി.ജെ.പി. ഭാരവാഹി യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ആഞ്ഞടിച്ച നേതാക്കൾ. രാജീവും സുരേഷും അനൂപും ചേർന്നുള്ള കിച്ചൺ ക്യാബിനറ്റ് എല്ലാ തീരുമാനങ്ങളും ഒറ്റയ്ക്കെടുക്കുന്നുവെന്നാണ് വിമർശനം. കെ സുരേന്ദ്രനും ബി മുരളീധരനും അടക്കമുള്ളവരാണ് വിമർശനം ഉന്നയിച്ചത്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരും. സാരംഗ്, ഇന്നലെയും സമാനമായ ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിച്ചോ നേതാക്കൾ? തീർച്ചയായും രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം ഇലക്ഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിൽ വിമർശനം ഉയർന്നിരുന്നു. അതായത് ഈ ഘടകകക്ഷികൾക്ക് സീറ്റുകൾ വിഭജിച്ച് നൽകിയതിൽ കൃത്യമായി പരിശോധന നടത്തിയിരുന്നില്ല. വിജയസാധ്യത ഏറിയ നിൽക്കുന്ന തൃശ്ശൂരും കൊടുങ്ങല്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഘടകകക്ഷികൾക്ക് സീറ്റുകൾ നൽകിയത് മണ്ടത്തരമാണെന്ന അടക്കം വിമർശനം ഇന്നും ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം അടക്കം ഉയർന്നത് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കന്മാർ മണ്ഡലത്തിൽ, അതായത് മണ്ഡലം മാറി മത്സരിക്കുന്നത് ശരിയായ ഒരു പ്രവണതയല്ല. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇലക്ഷനുമായി മുന്നിട്ട് തന്നെ, അതായത് ആ സമയത്തിലല്ലാതെ അതിനു മുൻപ് തന്നെ പ്രവർത്തനം ആ മേഖലയിൽ വർദ്ധിപ്പിക്കണമെന്നടക്കമുള്ള വിമർശനം കഴിഞ്ഞ ദിവസം ഉയർന്നിരുന്നു. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ മഹിളാ മോർച്ചയുടെ സമരം അത് വലിയ മണ്ടത്തരമല്ല, വലിയ രീതിയിലുള്ള വിമർശനം ആ രീതിയിൽ ഉയർന്നിരുന്നു. അത് കൃത്യമായ ചർച്ചകൾക്ക് അനുസരിച്ചല്ല ആ ഒരു സമരം നടത്തിയതെന്നായിരുന്നു. കാരണം പൊതുമണ്ഡലത്തിൽ ആ സമരത്തിനെതിരെ ഒരു പൊതുവികാരം ഉയർന്നിരുന്നു. മാത്രമല്ല, ഈ ഒരു സർക്കാർ രൂപീകരണത്തിൽ കാലതാമസം നേരിടുന്ന സമയത്ത് ഈ ഒരു സമരം അനാവശ്യമായിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ വിമർശന വിധേയമായിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായ കൂടിയാലോചനകൾ, അതായത് മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാരുമായി കൂടിയാലോചനകൾ നടത്താതെയുള്ള പല തീരുമാനങ്ങളും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒരു കിച്ചൺ ക്യാബിനറ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതിൽ മുതിർന്ന നേതാക്കന്മാരെ ഉൾപ്പെടുത്തുന്നില്ല. കൃത്യമായി പരിചയ സമ്പത്തുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ തേടിയല്ല ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതെന്നാണ് ഇന്ന് ഉയർന്നിട്ടുള്ള വിമർശനം. മാത്രമല്ല, ഈ ഒരു 3 സീറ്റുകൾ വിജയിച്ചെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് വിജയസാധ്യതയുള്ള പല മണ്ഡലങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയെല്ലാം ശക്തരായിട്ടുള്ള നേതാക്കന്മാരെയോ സ്ഥാനാർത്ഥികളോ നിർത്താതെ UDFന് കൂടുതൽ വിജയം നൽകുന്ന, അല്ലെങ്കിൽ കൂടുതൽ എളുപ്പമായിട്ടുള്ള വിജയം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തു എന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇന്ന് ഉയർന്നിട്ടുള്ളത്. എന്നിട്ടായാലും ഇതിൽ കൂടുതലായിട്ടുള്ള ആഭ്യന്തര ചർച്ചകൾക്കും മറ്റും വഴിവെക്കുന്ന രീതിയിലേക്ക് രാജീവ് ചന്ദ്രശേഖരനടക്കം കൃത്യമായി വിമർശിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ബി മുരളീധരനെ തന്നെ പാർട്ടിയുടെ നിയമസഭാ നേതാവായി അടക്കം നിയോഗിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുന്നുണ്ട്. കാരണം VD സതീശനും പിണറായി വിജയനുമാണ് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്ന തരത്തിൽ നിൽക്കുമ്പോൾ അവരുമായി കൊമ്പ് കോർക്കാൻ, അല്ലെങ്കിൽ അവരുമായി കൃത്യമായി ഒരു രാഷ്ട്രീയം പറഞ്ഞു നിൽക്കാനടക്കമുള്ള പറ്റുന്ന നേതാക്കന്മാരെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്നടക്കം പാർട്ടി കോർ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നിട്ടുണ്ട്. രഞ്ജിത്ത്, ശരി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.